നമസ്കാരം. ആസ്ട്രോവേദിക് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വരാഹി ദേവിയുടെ വളരെ വിശേഷപ്പെട്ടതും ശക്തിയേറിയതുമായ ഒരു മന്ത്രത്തെ പറ്റിയാണ് വിശദീകരിക്കുവാൻ പോകുന്നത്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വളരെ ശക്തിയേറിയ ഒരു മന്ത്രമാണിത്. സപ്തമാതൃക്കളിലൊന്നായ വരാഹി ദേവിയുടെ മന്ത്രമായ വരാഹി ഗായത്രിയാണ് ഈ മന്ത്രം. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കട്ടെ. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. ദേവി ആദിപരാശക്തിയുടെ 7 വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതൃക്കൾ. ആധ്യാത്മിക വഴിയിലെ 7 ആത്മീയ തത്വങ്ങളായി ഉപാസകർ സപ്തമാതൃക്കളെ കാണുന്നു. പ്രസിദ്ധമായ ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിൽ ഭുവനേശ്വരിയുടെ ഈ രൂപങ്ങളെ എല്ലാം തന്നെ സ്തുതിക്കുന്ന ശ്ലോകങ്ങൾ കാണാം. ദേവി മഹാത്മ്യത്തിൽ സപ്തമാതൃക്കളുടെ ഉദ്ഭവത്തെപ്പറ്റി പറയുന്നുമുണ്ട്. ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി അല്ലെങ്കിൽ നരസിംഹി എന്നീ ഭഗവതിമാരാണ് സപ്തമാതാക്കൾ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ, യമൻ, മുരുകൻ തുടങ്ങിയ 6 ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ച ശക്തിഭാവങ്ങളാണ് സപ്തമാതാക്കളിൽ 6 പേർ എന്ന് അവരുടെ പേരുകൾ സൂചിപ്പിക്കുന്നു. 7ാമത്തെ ഭഗവതിയായ നരസിംഹിക അഥവാ പ്രത്യങ്കരി ദേവിക്ക് പകരം ചാമുണ്ഡിയാണ് ക്ഷേത്രങ്ങളിൽ കാണുന്നത്. കാളി തന്നെയാണ് ചാമുണ്ടേശ്വരി. സപ്തമാതൃക്കളോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി ചേർത്ത് അഷ്ടമാതാക്കൾ എന്നറിയപ്പെടുന്നു. നവരാത്രിയിൽ ഈ ഭഗവതിമാർ സവിശേഷ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെടുന്നു. സപ്തമാതൃക്കളെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. പൊതുവെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇവയുടെ പ്രതിഷ്ഠ ബലിക്കല്ലായി ഉണ്ടാവുന്നതാണ്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് ബലിക്കൽ രൂപത്തിൽ 9 ശിലകളായിട്ടാണ് പ്രതിഷ്ഠിക്കാറുള്ളത്. ചിലപ്പോൾ വിഗ്രഹരൂപത്തിലും പ്രതിഷ്ഠിക്കാറുണ്ട്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് വടക്കോട്ട് ദർശനമായി സപ്തമാതൃക്കളായ ബ്രഹ്മാണി, മഹേശ്വരി, വൈഷ്ണവി, കൗമാരി, ഇന്ദ്രാണി, വരാഹി, ചാമുണ്ഡി എന്നീ ദേവികളെയും അംഗരക്ഷകരായി ഗണപതി, വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിക്കുന്നു. എല്ലാ ലക്ഷ്മി സാന്നിധ്യങ്ങളും ഉൾപ്പെടുന്ന അഷ്ടലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ നന്മയെയും പ്രദാനം ചെയ്യുന്ന ഒരു ഭഗവതിയാണ് വരാഹി ദേവി. ഉഗ്രരൂപിണിയാണെങ്കിലും കുട്ടികളുടെ മനസ്സോടു കൂടിയ ദേവിയാണ് വരാഹി ദേവി. അതുകൊണ്ടുതന്നെ മനസ്സുരുകി നൊന്തു വിളിച്ചാൽ ഭക്തരുടെ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന അമ്മയാണ് ശ്രീ വരാഹി ദേവി. ദീർഘകാലങ്ങളായി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളിൽ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാഹി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ദേവി തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റി ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുവാനായി നിങ്ങളെ സഹായിക്കുന്നതും വഴികാട്ടിത്തരുന്നതുമാണ്. താരതമ്യേന സിമ്പിളായതും എന്നാൽ വളരെ ശക്തിയേറിയതുമായ പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തെറ്റുകൂടാതെ നമുക്ക് എല്ലാവർക്കും ജപിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രം കൂടിയാണിത്. വിശ്വാമിത്ര മഹർഷിയാണ് ഈ ഒരു ഗായത്രി മന്ത്രത്തെ നമ്മുടെ ലോകത്തിന് സമ്മാനിച്ചത്. ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ 3 ദിവസം 108 തവണ വീതമാണ് ജപിക്കേണ്ടുന്നത്. ചൊവ്വ അല്ലെങ്കിൽ വെള്ളി എന്നീ ദിവസങ്ങളിൽ തുടങ്ങുന്നതാണ് വളരെ ഉത്തമം. ഈ 3 ദിവസവും വൈകുന്നേരം കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി സന്ധ്യാസമയം വിളക്ക് വെച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മന്ത്രജപം തുടങ്ങുന്നതിന് 1 ദിവസം മുൻപേ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. സൂര്യാസ്തമയത്തിന് ശേഷമാണ് വരാഹി ദേവിയുടെ ശക്തി മൂർച്ഛിക്കുന്നത് എന്നാണ് വിശ്വാസം. ആയതിനാൽ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന വഴിപാടിനും പ്രാർത്ഥനയ്ക്കുമെല്ലാം ഇരട്ടി ഫലം പ്രദാനം ചെയ്യുന്നു. സ്ത്രീകൾ അശുദ്ധിയിലായിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമല്ല. ആയതിനാൽ തന്നെ അശുദ്ധി ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ദിവസങ്ങൾ നോക്കി ഇത് ജപിച്ചു തുടങ്ങാവുന്നതാണ്. 3 ദിവസം തുടർച്ചയായി മുറിഞ്ഞു പോവാതെ ഈ മന്ത്രം ജപിക്കേണ്ടതുള്ളതിനാൽ
ഇതിന് അനുയോജ്യമായ ദിവസം നോക്കി തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇനി അഥവാ മുറിഞ്ഞു പോയാലും ദേവീകോപമോ മറ്റു ദോഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഫലസിദ്ധി ലഭിക്കണമെന്നില്ല എന്ന് മാത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അത് 108 തവണ വേണമെന്നില്ല. ചുരുങ്ങിയത് 11 തവണയെങ്കിലും ജപിക്കുന്നതാണ് ഉത്തമം. തെക്ക് ഒഴികെയുള്ള ഏതൊരു ദിശയിലേക്ക് വേണമെങ്കിലും ദർശനമായിരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വരാഹി ദേവിയുടെ ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തിന് മുൻപിൽ ഒരു വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി അഥവാ ചിത്രം ഇല്ലെങ്കിൽ ഒരു വിളക്ക് തെളിയിച്ച് വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മന്ത്രം ജപിക്കാവുന്നതാണ്. ആദ്യത്തെ തുടർച്ചയായ 3 ദിവസത്തെ മന്ത്രജപത്തിനു ശേഷം മനസ്സും ശരീരവും ശുദ്ധിയായിരിക്കുന്ന എപ്പോൾ വേണമെങ്കിലും പിന്നീട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. സ്ത്രീകൾ ആർത്തവ സമയത്ത് അശുദ്ധിയിലായിരിക്കുമ്പോൾ ആദ്യത്തെ 3 ദിവസത്തെ വിളക്ക് കൊളുത്തിയുള്ള മന്ത്രജപം പാടില്ലെന്നേയുള്ളൂ. ശേഷം മനസ്സും ശരീരവും ശുദ്ധിയായിരിക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. എങ്കിൽ കൂടി ദേവി നമ്മെ കാത്തുരക്ഷിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇനി ഏതാണ് ആ മന്ത്രം എന്ന് നോക്കാം. ഓം ശ്യാമളായേ വിദ്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാത്. ഓം ശ്യാമളായേ വിദ്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാത്. ഓം ശ്യാമളായേ വിദ്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാത്. തന്നെ ആരാധിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒരുപോലെ തന്നെ വിജയത്തെ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ദേവിയാണ് വരാഹി ദേവി. നിങ്ങൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പോവുകയാണെങ്കിൽ അന്ന് രാവിലെ ഈ മന്ത്രം 108 തവണ ശുദ്ധിയായി ജപിച്ചാൽ തീർച്ചയായും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവായി ഏതൊരു മന്ത്രജപമാണെങ്കിലും വഴിപാടാണെങ്കിലും അത് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം മുഴുവനായി നമുക്ക് ലഭിക്കുന്നതെന്ന സത്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. വരാഹി ദേവിയുടെ മന്ത്രജപത്തിലൂടെ നമുക്ക് വളരെ വേഗം ഫലസിദ്ധി ലഭിക്കുന്നതാണ്. ഇനി ഏതൊരു മന്ത്രജപമാണെങ്കിലും ചിലർക്ക് അത് ചൊല്ലുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതായി കാണാം. എന്നാൽ മറ്റു ചിലർക്കോ ഫലം ലഭിക്കുന്നതിനായി കുറച്ച് കാലതാമസം എടുക്കുന്നതായും കാണാം. ഇങ്ങനെയുള്ള സമയത്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര വഴിപാട് ചെയ്തിട്ടും എന്റെ പ്രാർത്ഥന മാത്രം ദേവി കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് മുൻപായി നമ്മൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമുക്ക് പലതരത്തിലുള്ള ആപത്തുകൾ, വിപത്തുകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ എന്നിവയെല്ലാം വന്നു ചേരുന്നത് നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മുൻജന്മ കർമ്മഫല ദോഷങ്ങൾ എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം വേഗം പ്രാർത്ഥനകൾക്ക് ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ആയതിനാൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ഈ ദോഷങ്ങളെല്ലാം കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. വരാഹി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുതേ. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്.